കാലിക്കറ്റ് സർവകലാശാല വിസിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എസ്എഫ്ഐയുടെ പ്രതിഷേധമുണ്ടായി. പ്രവർത്തകർ വസതിയിലേക്ക് ചാടിക്കടന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരത്തെ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് കാലിക്കറ്റ് സർവകലാശാല വിസിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എസ്എഫ്ഐയുടെ പ്രതിഷേധമുണ്ടായത്. പ്രവർത്തകർ വസതിയിലേക്ക് ചാടിക്കടന്നു. അരുൺ അമർനാഥാണ് വിവരങ്ങളുമായി ചെന്ന. അരുൺ, ബിസിയുടെ വസതിയിലേക്ക് മതിൽ ചാടിക്കടന്ന് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കാണുന്നു. പ്രതിഷേധം എത്രത്തോളം ശക്തമായിരുന്നു? വിസി ആ സമയം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രതിഷേധം പോലീസ് പ്രതീക്ഷിച്ചില്ലേ? പിന്നാലെയാണ് അപ്രതീക്ഷിതമായി പ്രവർത്തകർ വിസിയുടെ വസതിയിലേക്ക് എത്തിയത്. മതിൽ ചാടിക്കടന്ന് വീട്ടിന് മുന്നിലിരുന്ന വസതിയുടെ മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ആ സമയത്ത് വിസി അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. മുദ്രാവാക്യം വിളിച്ച ശേഷം പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. 50ഓളം വരുന്ന പ്രവർത്തകരാണ് ഇത്തരത്തിൽ മതിൽ ചാടി വിസിയുടെ വസതിയുടെ അകത്ത് കയറി അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. അത് മാർച്ച് നടത്തിയതിനു ശേഷമായിരുന്നു. തീർത്തും അപ്രതീക്ഷിതമായ ഒരു സമരത്തിലേക്കാണ് എസ്എഫ്ഐ പ്രവർത്തകർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കടന്നത്. രതീഷ്, ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ വിസിക്കെതിരായ പ്രതിഷേധം അത് എത്രത്തോളം തീവ്രമായിരുന്നു? അവിടെയും സമരം തുടരും എന്ന നിലപാടിൽ തന്നെയാണോ എസ്എഫ്ഐ നേതൃത്വം? തീർച്ചയായും എല്ലാ സർവകലാശാലയിലും ഇത്തരത്തിൽ സമരം തുടരുമെന്നൊരു പ്രഖ്യാപനം നടത്തിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും നേരത്തെ കഴിഞ്ഞ ഗവർണറുടെ സമയത്ത് അതിരൂക്ഷമായ സമരം കണ്ടിരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ തവണ വിസി പി രവീന്ദ്രനാഥ് സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുത്തതൊക്കെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് തന്നെ എസ്എഫ്ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ അത്തരത്തിൽ പ്രചാരണം നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം അവിടെ അവശേഷിക്കുകയാണ്. അങ്ങനെ ഇനിയും തുടർ സമരങ്ങളിലേക്ക് കടക്കും എന്നുള്ള നിലപാട് തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയിലും എസ്എഫ്ഐ എടുത്തിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാല വിസിയുടെ വസതിയിലേക്ക് എസ്എഫ്ഐയുടെ അപ്രതീക്ഷിത പ്രതിഷേധമുണ്ടായി. പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് വിസിയുടെ വസതിക്ക് മുന്നിലേക്കെത്തി മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു.